നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ പുഴയിൽ വീണ്ടും ആത്മഹത്യാശ്രമം. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുഴയിലേക്ക് ചാടി ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ബസ് ജീവനക്കാരുടെയും ആശുപത്രി ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ പ്രസവിച്ച അമ്മയും കുഞ്ഞും സുരക്ഷിതർ. ചേർപ്പ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മംഗല്യനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ പുഴയിലേക്ക് ഒരാൾ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കരുവന്നൂർ പുഴയിൽ 8 ഇല്ലിക്കൽ റെഗുലേറ്ററിന് മുകളിലെ പാലത്തിൽ നിന്നാണ് ഒരാൾ പുഴയിലേക്ക് ചാടിയതായി പറയുന്നത്. സമീപത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരുന്നവരാണ് 60 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാൾ പാലത്തിന്റെ കൈവരികൾക്ക് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. സമീപത്ത് ചൂണ്ടിയിടുന്നവരാണ് 60 വയസ്സിനോട് അടുത്ത് പ്രായമുള്ള ഒരാൾ പാലത്തിന്റെ കൈവരികൾക്ക് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഇദ്ദേഹത്തിന്റെ വാച്ചും കുടയും ചെരുപ്പും മറ്റും പാലത്തിൽ അഴിച്ചുവെച്ചാണ് പുഴയിലേക്ക് ചാടിയിരിക്കുന്നത്. നീല ഷർട്ടും കള്ളിമുണ്ടുമാണ് ഇദ്ദേഹം ധരിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുറച്ചു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. കനത്ത ഒഴുക്കുമുണ്ട്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും എത്തി തിരച്ചിൽ ആരംഭിച്ചു. തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷന് മുമ്പിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 26 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. അതേസമയം പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുക്ഡോർ, പാർക്ക് ഹോട്ടൽ, കൊക്കാലെ സ്വാദ്, റോയൽ ഹോട്ടൽ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥം പിടികൂടിയത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ 6 ടീമുകളായി തിരിഞ്ഞാണ് റെയ്ഡ് നടത്തിയത്. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അഖില കേരള ബാലജന സഖ്യം 95ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർപ്പ് നവരശ്മി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം ചെയ്തു. സരസ്വതി കോളേജിൽ നടന്ന സഖ്യം ജന്മദിനാഘോഷം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഏതോ ആവശ്യഘട്ടങ്ങളിലും ആ ഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ബാലജന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ നല്ല പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ബാലജന സംഘത്തിന് കഴിയുന്നുണ്ട്. തുടർന്നും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബാലജന സംഘത്തിനാവട്ടെ, അതുപോലെ ഈ സംഘത്തിൻ്റെ സഹകാരികളായി പ്രവർത്തിക്കുന്നവർക്കും എല്ലാ മക്കൾക്കും എല്ലാവിധ വിജയാശംസകളും. യൂണിറ്റ് സഹകാരി KL ആന്റണി അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, KB പ്രസാദ്, KR മണികണ്ഠൻ, റോസ്മേരി ആന്റണി, ശ്രേയ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മംഗല്യനിധി പുതിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു. നമ്മുടെ പൊതുജനങ്ങൾക്ക്, ബാങ്കിലെ അംഗങ്ങളല്ലാത്തവർക്ക്, ബാങ്കങ്ങളിലെ അംഗങ്ങളായവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. വളരെ ലാഭകരമായ ഒരു പദ്ധതിയാണ് ബാങ്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്. 5% പലിശയ്ക്കാണ് ബാങ്ക് ഈ വായ്പ കൊടുക്കുന്നത്. കേരളത്തിലെ ഒരു ദേശസ്കൃത ബാങ്കിനോ പൊതുമേഖലാ ബാങ്കിനോ നിധിക്കോ മൾട്ടി സൊസൈറ്റിക്കോ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്
നമ്മൾ ഈ മഹത്തായ ഉദ്യമം ഇവിടെ ആരംഭിക്കുന്നത്. പദ്ധതിയിൽ 5% പലിശ നിരക്കിൽ പുതിയ സ്വർണം വാങ്ങുന്നതിന് വായ്പ നൽകും. 1060 രൂപ അടച്ച് സ്കീമിൽ ചേരാവുന്നതാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, ഡയറക്ടേഴ്സുമാരായ ഉണ്ണികൃഷ്ണൻ ആറ്റുപുറത്ത്, രാമൻ KK, അനിത C, ലത സുരേന്ദ്രൻ, റീജ ജോണി, MS രേഖ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് മാംഗല്യം സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. ഈ പദ്ധതി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെങ്കിൽ പോലും ബാങ്ക് ഇത് നടപ്പിലാക്കുമ്പോൾ ബാങ്ക് സ്വകാര്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയും അതിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. തൃശൂരിൽ മൊബൈൽ ഷോപ്പിൽ കത്തിവീശി യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൊബൈൽ കടയിൽ തിങ്കളാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. മൊബൈലിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനെത്തിയ യുവാക്കളോട് കുറച്ചു സമയം കാത്തിരിക്കണമെന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. തുടർന്ന് യുവാക്കൾ കടയിലെ ജോലിക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും കത്തിവീശി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കടയുടമ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് എത്തും മുൻപേ സംഘം കടന്നു കളഞ്ഞു. സംഭവത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചേർപ്പ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CV ലൈജുമാൻ ഉദ്ഘാടനം ചെയ്തു. ചില സ്വഭാവങ്ങളാണ് മാറുന്നുള്ളൂ, മറ്റു സ്വഭാവങ്ങൾ മാറുന്നില്ല. അതാണ് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു ദുരന്തവും അതാണ്, ഒരു ഗുണവും അതാണ്. പക്ഷെ ഗുണമാണോ ദോഷമാണോ അതിന് കൂടുതൽ എന്ന് ഇതിനെയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കാലം മാറുന്നത് നല്ലതാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്, അല്ലെ? അതെന്താണെന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ച് ചില പുരോഗതികൾ ഉണ്ടാകും. ചിന്തയിലും പ്രവർത്തനങ്ങളിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഭരണരംഗത്തും അടിസ്ഥാനപരമായ വ്യാവസായികമായ എല്ലാ രംഗത്തും പുരോഗതിയാണ് കാലാനുസൃതമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലമാറ്റത്തിന്, കാലത്തിന്റെ ചേഞ്ചിനെ സ്വാഗതം ചെയ്യുന്നതിനും അതിനെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും. പക്ഷെ ഈ ചില കാര്യത്തിലുള്ള മാറ്റം, അതിനെയാണ് നമുക്ക് പുരോഗതി എന്നാണ് പൊതുവെ മാറ്റത്തെ നമ്മൾ പറയുന്നത്. ഈ കാര്യത്തിലുള്ള മാറ്റത്തെ ഒരിക്കലും പുരോഗതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പുരോഗതി എന്ന് പറയാൻ കഴിയാത്ത മാറ്റത്തിന്റെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ P. രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. കുട്ടികളിൽ സെൽഫ് വർത്ത് ഫീലിംഗ് അവർക്ക് ഞാനൊരു കുഴപ്പമില്ല, എനിക്ക് ഞാൻ കൊള്ളാവുന്നതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ കുട്ടിയെ വളർത്താം. നമുക്ക് മറ്റു ടെക്നിക്സ് ഒക്കെ ഉണ്ട്. കുട്ടികളെ വളർത്താൻ ലഹരി ഉപയോഗിക്കാൻ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ കഞ്ചാവ് നമുക്ക് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും, ലഹരി പദാർത്ഥങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതൊക്കെ സമൂഹത്തിൽ അപ്പോൾ വളരെ അങ്ങനെയൊക്കെ പല രീതിയുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നവരെ നോക്കി മനസ്സിലാക്കുന്നവരെ പിന്നാലെ നടക്കുക, പിന്നെ ബാഗിൽ കൈയിട്ട് നോക്കുക, എപ്പോഴും അവന്റെ പിന്നാലെ എങ്ങനെ നടക്കുക, അങ്ങനെ ഒരുപാട് രീതി നമ്മൾ പ്രായോഗികമായി നോക്കി മനസ്സിലാവുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അവർ ഉദ്ദേശിക്കുന്നത് the key is that you interact with your kids with love and respect and the rest will fall into place. അത് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ വെറുതെ കുട്ടികളുടെ ഇന്ററാക്ട് ചെയ്യുക, നല്ല രീതിയിൽ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടണം. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന മാതിരി കുട്ടിയോട് സംസാരിക്കുകയല്ല, കുട്ടിയെ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. കുട്ടിയോട് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. നല്ല രക്ഷിതാക്കൾ കണ്ട മാതിരി കുട്ടിയെ ചീത്ത പറയും, കണ്ട പൂത്രയ്ക്കൊക്കെ നാട്ടിൽ ഞാൻ ന്യൂസ് പേപ്പർ ഞാൻ കേൾക്കുന്നതാ ഒരുമാതിരി. അത് അവർ പറയുന്ന സംസാരം കേട്ടാൽ പിന്നെ ആ കുട്ടി ജന്മത്തിൽ രക്ഷപ്പെടാൻ വഴിയില്ല. വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പാംരാജ് അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ലേഖകൻ ബിജു ആന്റണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KK ഭാഗ്യനാഥൻ, KG രതീഷ്, P. അരുൺ, ശരത് ഗോപി, PS ശ്രീരാജ്, സുബൈദ ബദറുദ്ദീൻ, ബിജി ബെന്നി എന്നിവർ സംസാരിച്ചു. അതിനനുസരിച്ച് ഒരു 500 കസേര ഞങ്ങള് മൈതാനത്ത് കൊണ്ടിട്ടു. വലിയ വേദി കെട്ടി പാലക്കാട് നിന്ന് അബ്ദുൾ ബാസിത്ത് 3 മണിക്ക് സ്ഥലത്തെത്തി. അപ്പൊ ഈ ആളുകൾ സ്കൂളുകൾ ക്ഷണിക്കുമ്പോൾ, ഈ അധ്യാപകരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചെറിയൊരു സൂചന തന്നു. 4 മണി വരെയാണ് ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ മേൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. 4 മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചുമതല രക്ഷിതാക്കൾക്കാണ്. അപ്പൊ രക്ഷിതാക്കൾ അവർ വിടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ അപകടം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഒരു 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഗാന്ധി സ്മൃതി ഒരു സംഗീത മത്സരം, ഒരു ഗാനാലാപന മത്സരം വെച്ചു.
അപ്പൊ ഗാനാലാപന മത്സരത്തില് ഒരു 10 സ്കൂളിൽ നിന്നായി ഈ 2 ടീം 7 പേര് വെച്ചിട്ട് ഒരു 10-100 കുട്ടികൾ വന്നു. ഭാഗ്യവശാൽ ആ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം ഈ പ്രോഗ്രാം തുടങ്ങുന്ന 4:30 ഒരൊറ്റ കുട്ടിയെ പോലും ഈ മൈതാനത്തേക്ക് ഒരു സ്കൂളുകാരും. പൂത്തറയ്ക്കൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ക്ലബിന്റെ നേതൃത്വത്തിൽ 52 വിദ്യാർത്ഥികൾക്കാണ് വിതരണം ചെയ്തത്. ദിവ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ അനീഷ്, അനിൽ, ദീപു, രതീഷ്, അനു എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിനി 27 വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത്. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന KSRTC ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത്. ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു. ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതി ഘട്ടത്തിലെത്തിയിരുന്നു. ഉടൻ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സംയോജിതമായ ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത്. കാലവർഷം എത്തുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബുധനാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ തൃശൂർ നഗരത്തിന്റെ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിലും പരിസരത്തും വെള്ളം കയറിയിരുന്നു. വെള്ളം കയറിയത് മൂലം ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിച്ചു. ബുധനാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി പരിസരത്താണ് വെള്ളം കയറിയത്. കാലവർഷം എത്തുവാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ സ്ഥിതി ഇതാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മഴ കനക്കുകയാണെങ്കിൽ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമാകും. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റവരുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും സമാശ്വാസം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വരെയുള്ള ആശുപത്രികളിൽ നമ്മുടെ അറിവിലുണ്ട്. ആ ദിവസം ഭക്ഷണം കഴിച്ചു പോയ വടക്കു നിന്ന് വന്നവരും ദൂരദേശത്തു നിന്ന് സഞ്ചാരത്തിൻ്റെ ഭാഗമായി ഇതിലെ കടന്നുപോയവരും ഈ ഭക്ഷണം കഴിച്ച് നിലവിൽ പല സ്ഥലത്ത് ആശുപത്രിയിലാണ്. ഏറ്റവും ഗുരുതരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പെരിഞ്ഞനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരന്തരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ നിവൃത്തിയില്ല. ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോട്ടലിനെ നിരീക്ഷിക്കേണ്ടതും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പാണ് ആ ഹോട്ടലിൻ്റെ ആരോഗ്യപരമായ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഹോട്ടൽ അല്ലെങ്കിൽ അനുബന്ധ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും സ്കൂളുകളാണെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PEC കമ്മിറ്റി വിളിക്കുന്നത് പോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്ത് കമ്മിറ്റികൾ നിരന്തരമായി ഓരോ മാസവും കൂടുകയും ഈ പഞ്ചായത്തിലെ ആരോഗ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഒരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പെരിഞ്ഞനത്തെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഹോട്ടലുകളും ബേക്കറികളും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CP ബാബുരാജ്,
പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KA അഫ്സൽ, ന്യൂനപക്ഷ സെൽ ജില്ലാ സെക്രട്ടറി സക്കീർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജേഷ് പള്ളായി, നസീർ പുഴങ്കരയിലത്ത്, CK മജീദ്, KK കുട്ടൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാമു കാര്യട്ട് അവാർഡ് കഥാകാരൻ M മുകുന്ദനെ സമ്മാനിക്കും. 25,000 രൂപയും ശില്പവുമാണ് അവാർഡ്. KV പീതാംബരൻ സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിക്കും. 10,000 രൂപയും ശില്പവുമാണ് അവാർഡ്. CKG സ്മാരക പുരസ്കാരം ഷീബാമീറിന് സമ്മാനിക്കും. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. അകാലത്തിൽ വിട പറഞ്ഞ കവി P സലിംരാജിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം പ്രശസ്ത കവി PN ഗോപികൃഷ്ണന് സമ്മാനിക്കും. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണം ജൂൺ 2 ഞായറാഴ്ച നടക്കും. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. P ബാലചന്ദ്രൻ MLA മുഖ്യ അതിഥിയായിരിക്കും. കേരളത്തിലെ മുൻ മന്ത്രി ആയിരുന്ന പാലൊളി മുഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ CKG വൈദ്യരുടെ പേരിൽ തുടക്കം മുതൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകയായിട്ടുള്ള തൃശ്ശൂർ സോലോസിന്റെ ഡയറക്ടറായിട്ടുള്ള ഷീബാമീറിനും ഈ കഴിഞ്ഞ 2 കൊല്ലം 3 അവാർഡ് വെച്ചിട്ടാണ് കൊടുത്തത്. ഈ പ്രാവശ്യം മണപ്പുറം സമീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന സംഘാടകനായിരുന്ന P സലീംരാജ് ഈ അടുത്തിടെയാണ് മരണപ്പെട്ടത്. അപ്പോൾ മണപ്പുറം സമീക്ഷ അദ്ദേഹത്തിന്റെ പേരിലും ഒരു അവാർഡ്, പ്രത്യേകിച്ച് കവിത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ഏർപ്പെടുത്തണം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഥമ അവാർഡ്, സലീംരാജിന്റെ പേരിലുള്ള പ്രഥമ അവാർഡ് നമ്മുടെ മണപ്പുറത്തുകാരൻ തന്നെയായിട്ടുള്ള PN ഗോപികൃഷ്ണനും നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പൊ M മുകുന്ദൻ, പാലൊളി മുഹമ്മദ് കുട്ടി, ഷീബാമീർ, PN ഗോപികൃഷ്ണൻ 4 പേർക്കാണ് ഈ അവാർഡുകൾ സമ്മാനിക്കാൻ തീരുമാനിച്ചത്. വാർത്താ സമ്മേളനത്തിൽ VN രണദേവ്, TS സുനിൽകുമാർ, CG അജിത് കുമാർ, VR പ്രഭ, സുജിത് നാരായണൻ എന്നിവർ പങ്കെടുത്തു. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ബുധനാഴ്ച രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി എക്കണ്ടി വീട്ടിൽ ഖദീജ ബി മഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കാളാഞ്ചി, 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. ഒരു കൂടുകൃഷി ആദ്യമായിട്ട് തുടങ്ങിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്ത് ജനുവരി തുടങ്ങി മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇപ്പം വലിയതായപ്പോൾ ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വടക്കുന്ന് വന്ന, അതിൽ വന്നെല്ലാ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്ത് പൊന്തിയിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ. അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. അതോടുകൂടി 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. എല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5.5-6 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡ് മെമ്പർ OA ജൻട്രി, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. കരുവാങ്കുളം ഗുരുജി റോഡിൽ നായരുപറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ 3 സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. ഉഗ്രശബ്ദത്തോടെ സ്ഫോടക വസ്തു വീടിന് മുൻവശത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ഈ വീട്ടിൽ ബിജുവിന്റെ അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളുമായ 4 പെൺമക്കളുമാണുള്ളത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാര്യമായ നാശനഷ്ടങ്ങളില്ല. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ സംസ്കൃത അധ്യാപക ഒഴിവുണ്ട്. ആയതിലേക്ക് 1-ാം തീയതി 11 മണിക്ക് അഭിമുഖം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ എത്തിച്ചേരുക. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ പുഴയിൽ വീണ്ടും ആത്മഹത്യാശ്രമം. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുഴയിലേക്ക് ചാടി ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 9 ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ബസ് ജീവനക്കാരുടെയും ആശുപത്രി ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ പ്രസവിച്ച അമ്മയും കുഞ്ഞും സുരക്ഷിതർ. ചേർപ്പ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മംഗല്യനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.